എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ്. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന പിസ്ത ഗ്രീൻ അക്രാലിക് ഫ്ലവർ എടുത്തിട്ടുണ്ട്. സെയിം അതിൻ്റെ അതേ കളർ ഗ്രീൻ ബീഡ്സും എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഫ്രെയിം എടുത്തു. ഫ്രെയിമിൻ്റെ രണ്ട് സൈഡും ചെയ്ത് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് രണ്ട് സൈഡും നമ്മുടെ എൻഡ് ടേപ്പ് കൊണ്ട് നന്നായിട്ട് കവർ ചെയ്തു. ആ ഷാർപ്നെസ് കുട്ടികളുടെ ഇയറിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല നീറ്റായിട്ടിരിക്കും. അല്ലെങ്കിൽ സാറ്റിൻ റിബൺ മതി നമ്മുടെ ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ. ഇനി അതിനുശേഷം ബീഡ്സ് നമ്മുടെ 4mm വയറിൽ കോർത്തെടുക്കുക. ഞാൻ ആ ബീഡ്സ് ഇതുപോലെ നമ്മൾ ഒരു ലെയർ ആയിട്ടില്ലേ കിട്ടുന്നത്, ഇതുപോലെ ഒരു ലെയർ ഇങ്ങനെ ത്രെഡിലാണ് കിട്ടുന്നത്. ആ ത്രെഡിൽ നിന്ന് പൊട്ടിക്കാതെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ നമ്മൾ ആ വയറിലേക്ക് ഇങ്ങനെ ആ വയറിന് ആ ബീഡ്സിനകത്തേക്ക് ഇങ്ങനെ കോർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ അത് കുറച്ച് എളുപ്പമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ബീഡ്സ് എല്ലാം എടുത്തു വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് കോർത്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ചെയ്യുന്നത് ഇങ്ങനെയാ. കണ്ടോ? അപ്പോൾ ഈ ഒരു 4-5 ഒരുമിച്ച് അങ്ങ് കയറി കിട്ടും നമുക്ക്. കണ്ടോ? ഇതുപോലെ കേട്ടോ. ആ നൂല് കട്ട് ചെയ്യില്ല, അത്രയേ ഉള്ളൂ. അതിനുശേഷം വീണ്ടും അതിങ്ങനെ കണക്ട് ചെയ്തെടുക്കും. എളുപ്പത്തിൽ പരിപാടി കഴിഞ്ഞു കിട്ടും. കാരണം 2 ലെയർ ബീഡ്സൊക്കെ നമുക്ക് ഇത്രയും കോർക്കണമെങ്കിൽ കുറച്ചധികം സമയം എടുക്കും. ഈ ബീഡ്സൊക്കെ കോർത്തെടുക്കാനാണ് സമയം ശരിക്കും നമുക്ക്. അതിനുശേഷം ഇതുപോലെ കോർത്തെടുത്തു. അതിനുശേഷം ഇത് ഇങ്ങനെ നന്നായിട്ട് ആ എൻഡ് ടേപ്പിൻ്റെ അടുത്തേക്ക് തീരെ ഞാൻ ചേർത്തല്ല, കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നന്നായിട്ട് നമ്മുടെ വയറ് ചുറ്റിയെടുക്കുകയാണ്. എന്നാലേ അത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മൾ ചുറ്റിയെടുക്കണം, അല്ലെങ്കിൽ അത് ഇളകി വരും. എന്നിട്ട് 2 ബീഡ്സ് വെച്ച് നന്നായിട്ട് ചുറ്റി എടുക്കുക. നമ്മൾ ബീഡ്സ് കവർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഗ്യാപ്പ് വരാത്ത രീതിയിൽ നല്ല രീതിയിൽ ഫിനിഷിങ്ങോടുകൂടി ചെയ്തെടുക്കാൻ ശ്രമിക്കുക. കണ്ടോ? പിന്നെ ഞാൻ ഈ ബീഡ്സ് ഫുള്ളായിട്ടല്ല, ഒരു സെൻറ്റർ പോർഷൻ കവർ ചെയ്യുന്ന നമുക്ക് ആ അക്രാലിക് ഫ്ലവർ കവർ ചെയ്യത്തക്ക രീതിയിലാണ് അത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 സൈഡിലും കുറച്ച് ബീഡ്സ് കൊടുക്കുന്നു, സെൻറ്ററിൽ ഫ്ലവർ കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്യുക. കാരണം ഞാനിത് എൻ്റെ ഇതിൽ കണ്ടിട്ട് ഒരാൾ പറഞ്ഞതാ. ഞാനിതിൻ്റെ മുന്നേ ഇതിൻ്റെ വേറെ പല ഇതും ചെയ്തിട്ടുണ്ടായിരുന്നു വൈറ്റ് വെച്ചിട്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചതാ. കണ്ടോ? ഇതുപോലെ ഈ ഒരു സൈഡിൽ നിർത്തി അതിനുശേഷം നമുക്കവിടെ ടൈ ചെയ്ത് വെക്കാം. എന്നിട്ട് വേണമെങ്കിൽ വയർ കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ 2 പ്രാവശ്യം അവിടെ ടൈ ചെയ്തിട്ട് അതിനുശേഷം ചുറ്റിയതിന് ശേഷം ഇതുപോലെ നമുക്ക് അത്ര ഗ്യാപ്പ് ആവശ്യമുണ്ടോ ആ ഗ്യാപ്പ് വിട്ടതിന് ശേഷം അടുത്ത് ബീഡ്സ് കോർക്കുന്നുണ്ട്. കട്ട് ചെയ്യുന്നില്ല നമ്മളെ വയറിന്. കണ്ടോ? നോക്കുക, നമുക്കൊരു എത്ര ഇതുണ്ട് നോക്കുക. അതിനുശേഷം അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, അടുത്ത ബീഡ്സ് കോർത്തെടുക്കുക, ബാലൻസ്. അപ്പം നല്ല ഫിനിഷിങ്ങോടെ ഇരിക്കും. കണ്ടോ? ഇതിന് ബാക്കി ആ സൈഡിൽ നമ്മൾ ചെയ്യുന്നത് എത്രത്തോളം കണ്ടോ, അത് കറക്റ്റാണോ ഞാൻ നോക്കിയതാണ് കേട്ടോ. കാരണം അല്ലെങ്കിൽ അതൊരു വൃത്തികേടായിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ബാക്കി അത്രയും ഫിനിഷ് ചെയ്തെടുക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ബീഡ്സ് കോർക്കുക, ഇതൊന്ന് ചുറ്റിയെടുക്കുന്ന ആ ഒരു ടൈമേ ഉള്ളൂ. ബാക്കിയെല്ലാം വളരെ ഈസി ആയിട്ട് ഒരു 5 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഇതെല്ലാം കവർ ചെയ്ത് എടുക്കാൻ പറ്റും. 2-3 മിനിറ്റ്സ് മതി സെൻറ്ററൊക്കെ ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, 2 ലെയർ ബീഡ്സ് ആകുമ്പോൾ നമുക്ക് കുറച്ചധികം സമയം എടുക്കും, ചിലത് 1 ലെയർ മതിയാവും. അപ്പോൾ അതിൻ്റെ ഒരു ടൈമിങ് മാത്രമേ ഉള്ളൂ. നമ്മൾ ചുറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ഗ്യാപ്പ് വരാത്ത രീതിയിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് ചുറ്റിയെടുക്കുക. എന്നിട്ട് അവസാനം ലാസ്റ്റ് 2 സൈഡും ഒരുപോലെയാണോ ഈക്വലാണോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ടൈ ചെയ്ത് നിർത്തുക. കാരണം നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതാണ് നമ്മുടെ ഫിനിഷിങ്ങിൻ്റെ ഏറ്റവും ഒരു പ്രധാന ഒരു റീസൺ. ഫിനിഷിങ് നല്ല രീതിയിൽ വരണമെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം ഈക്വൽ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുപോലെ നോക്കി നല്ല നീറ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങും ഉണ്ടാവും, നമുക്ക് നല്ല രീതിയിൽ സെല്ലിങ്ങും ഉണ്ടാവും കേട്ടോ. ഇനി അടുത്ത് ആ സെൻറ്ററിലേക്ക് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യണം. B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഗ്ലൂ ഗൺ ആവശ്യമുള്ള കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിവിടെ B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്യണം, എന്നാൽ മാത്രമേ നല്ല ഇതായിട്ട് അവിടെ ഇരിക്കുമല്ലോ, അല്ലെങ്കിൽ ഇളകി വരും. അപ്പോൾ ഗ്ലൂ അത്യാവശ്യം നല്ല രീതിയിൽ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളവിടെ പേസ്റ്റ് ചെയ്താൽ മതിയാവും. അതിനുശേഷം നമ്മുടെ ഈ ഫ്ലവർ നമുക്കിത് കോർത്തും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ഞാൻ കോർക്കാതെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് പേസ്റ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അവിടെ പേസ്റ്റ് ആയിരുന്നുള്ളൂ, അങ്ങ് ഇളകി വരത്തില്ല. കുറച്ചുകൂടെ സൈസ് ചെറുതായിരുന്നെങ്കിൽ നമുക്ക് 2 എണ്ണം വെച്ചിട്ട് വേണമെങ്കിൽ കോർത്ത് ചെയ്യാമായിരുന്നു. ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിൽ വൈറ്റ് ഒരു കളറ് ഇതുപോലെ കോർത്ത് ചെയ്യുന്നതാണ്. അത് കണ്ടിട്ടാണ് എന്നോട് ഇങ്ങനെ ഒന്ന് ചോദിച്ചത്, പിസ്ത ഗ്രീൻ. അപ്പോൾ ബീഡ്സ് കുറച്ച് വലുതായതുകൊണ്ടാണ് ഞാൻ കോർത്ത് ചെയ്യാത്തത് കേട്ടോ.
ഇനി ഇത് ഫുള്ളായിട്ട് നമ്മൾ വയ്ക്കുമ്പോൾ അത് എല്ലാം ഒരേ ലെവലാണോ, കാരണം നമ്മൾ അകത്ത് ടൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ, അപ്പോൾ അതനുസരിച്ച് ചെറിയൊരു വ്യത്യാസം വരും. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്തൊക്കെ വെച്ച് കൊടുത്താലേ അവിടെ ഇരിക്കുകയുള്ളൂ. നന്നായിട്ട് എല്ലാം ഒരേ ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം എപ്പോഴും വയ്ക്കുമ്പോഴും. കണ്ടല്ലോ, വളരെ എളുപ്പം കഴിയുന്ന പരിപാടികളാണ്. ഒത്തിരി സമയം അങ്ങനെ ഇരുന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് ചെയ്യുമ്പോൾ. വേണ്ട. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് ഞാൻ സ്റ്റോൺസ് കൊടുക്കുന്നു. ഈ സ്റ്റോൺസിന് പകരം ബീഡ്സോ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളത് അത് കൊടുക്കാം. കളർ മാച്ചിങ്ങിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ കുറച്ചുകൂടെ ഡാർക്ക് കളർ ആണെങ്കിൽ ഗോൾഡൻ ബീഡ്സ് കൊടുക്കാം, അല്ലെങ്കിൽ വൈറ്റ് ബീഡ്സ് കൊടുക്കാം, ക്ലിപ്പ് സ്റ്റോൺ കൊടുക്കാം. കുറച്ചുകൂടെ വലുതാണെങ്കിൽ ക്ലിപ്പ് സ്റ്റോൺ സെൻറ്ററിൽ കൊടുക്കുമ്പോഴും കുറച്ചുകൂടെ ഭംഗിയായിട്ടിരിക്കും. ഞാനിത് സ്റ്റോൺസാണ് കൊടുക്കുന്നത്. സ്റ്റോൺസ് കൊടുത്ത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഫിനിഷ് ചെയ്താൽ മതി കേട്ടോ. സ്റ്റോൺസ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അത് അതിൻ്റെ സെൻറ്ററിലൊരു ഹോൾ ഉണ്ടാവും, അതിൽ കറക്റ്റ് ഇരിക്കുന്നുണ്ടോയെന്ന് നോക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് ഇളകി വരും അതൊക്കെ. അപ്പോൾ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഒത്തിരി ഗ്ലൂ ഓവറായിട്ട് അപ്ലൈ ചെയ്യൽ, കാരണം നമുക്ക് ആവശ്യത്തിന് ഈ ചെറിയ സ്റ്റോൺസ് അല്ലേ, അപ്പോൾ അതിരിക്കാൻ പാകത്തിനുള്ള ഇത് മതിയാവും. അതിനുശേഷം എല്ലാം ചെയ്തതിന് ശേഷം നന്നായിട്ട് ഹാൻഡ് കൊണ്ടൊക്കെ പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയ ഒരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.